ഇവിടെ ഇന്ത്യയിലെ ചികിത്സാ സമ്പ്രദായം കൂടുതലും ബൈസ്റ്റാൻഡർ ഡിപ്പെൻഡൻറ്റ്, അതായത് ചികിത്സിക്കണോ വേണ്ടതെന്ന് രോഗിയല്ല തീരുമാനിക്കുന്ന, രോഗിയുടെ കൂട്ടിരിപ്പുകാരാണ് തീരുമാനിക്കുന്നുള്ളൊരവസ്ഥ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊട്ടാകെ തന്നെയുമുണ്ട്. മറ്റ് രാജ്യങ്ങൾ, ഞാൻ പല രാജ്യങ്ങളിലും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരേ സമയം തന്നെ ഇന്ത്യയിലും പുറത്തും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുമ്പോഴും ഈ കൺസെൻ്റ് എടുക്കുന്നത്, അത് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള കൺസെൻ്റ് എടുക്കുന്നത് പേഷ്യൻറ്റിൽ നിന്നാണ്. പേഷ്യൻ്റാണ് ഞാൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം കൊണ്ട് ഒപ്പിടാനോ അല്ലെങ്കിൽ തമ്പും പ്രശ്നം പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കുമ്പോഴാണ് ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പേഷ്യൻ്റാണ് അവരുടെ ഹെൽത്തിൻ്റെ കസ്റ്റോഡിയൻ. മനസ്സിലായില്ലേ? അതേസമയം ഇന്ത്യയിൽ സോഷ്യൽ ഫാക്ടേഴ്സ് കൂടുതൽ കടന്നു വരുന്നതുകൊണ്ടാകാം അതൊരു സോഷ്യൽ സ്റ്റിഗ്മയുടെ പാർട്ടാണ്. അതായത് ക്യാൻസർ ഉള്ള ആൾ പിന്നെ പണ്ട് വസൂരിയെ പറ്റി ഉണ്ടായിരുന്നത് പോലെ ആ ഭാഗത്തോട്ടിനി ഇല്ല, പുള്ളി മരിച്ചു പോകുക എന്നുള്ളൊരു ധാരണ പൊതുവെ ഉണ്ട്, സത്യമല്ലെങ്കിലും. അപ്പോൾ ആ ധാരണ നിലനിൽക്കുന്നതുകൊണ്ടാവണം ബൈസ്റ്റാൻഡേഴ്സിനെ രോഗിയോട് പറയരുത് എന്ന് നമുക്ക് നേരത്തെ തന്നെ ഒരു വാണിംഗ് തരും. ഇവർ തന്നെ ആദ്യം നേരത്തെ പേഷ്യൻറ്റിനെ കാണിക്കുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത കടലാസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളടുത്ത് വന്നിട്ട് അമ്മ അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അച്ഛൻ അറിഞ്ഞിട്ടില്ല, അച്ഛൻ്റെ അടുത്ത് പറയരുത് എന്ന് നമ്മളെ മുൻകൂട്ടി തന്നെ വാണിംഗ് തന്നിട്ട്, നമ്മൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നിടത്തോളം കാലം നമ്മൾ പറയാൻ നമ്മളൊന്ന് മടിക്കും. നമ്മളെ കയ്യിൽ നിന്ന് നേരിട്ട് പേഷ്യൻറ്റിനെ കേട്ട് കഴിഞ്ഞാൽ അവർ ഇമോഷണലി അപ്സെറ്റായി പോകുമെന്നുള്ള ധാരണ ബൈസ്റ്റാൻഡേഴ്സിനുള്ളത് കൊണ്ട്